മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഭിലാഷും ലക്ഷ്മിയും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോളോട് ലക്ഷ്മി പറയുന്നുണ്ട്, ഇന്നലെ എന്താണെങ്കിലും മസ്താനിനോട് അപ്പാനി മിണ്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, മിണ്ടിയോ? അവർ എപ്പോഴാണ് മിണ്ടിയത്? ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് അവർ മിണ്ടിയത്. അവർ ബെഡിൽ നിന്ന് സംസാരിച്ചു, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തു. ശരിക്കും മസ്താനി ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോയെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് പോയതെന്ന്. ഞാൻ പലതവണ അവളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു അഭിലാഷ് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പ്രവീണിനെ വിളിച്ചാണ് അവളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഞാൻ സംസാരിച്ചത്. അവൾ ഇങ്ങോട്ട് വരില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, നീ എന്താണെങ്കിലും വരണം, നീ വന്നിട്ട് അപ്പാനിയോട് നീ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ എന്താണെങ്കിലും വരണം, ഇല്ലെങ്കിൽ എല്ലാവരും കരുതും നീ തോറ്റിട്ട് വരാത്തതാണെന്ന്. അങ്ങനെ ഞാൻ കുറേ പറഞ്ഞിട്ടാണ് അവൾ വരാൻ തന്നെ സമ്മതിച്ചതെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് ഇഷ്ടമായെന്ന് അനുമോള് പറയുന്നുണ്ട്. ആ സമയത്ത് അഭിലാഷ് പറയുന്നുണ്ട്, അപ്പാനിയും ഞാനും പുറത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അപ്പാനിയെ ഞാൻ ഇന്നലെ രാത്രി പോയി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നീ ആദ്യമായിട്ട് ചെയ്തൊരു നല്ല കാര്യം ഇതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുപാട് ഇരുന്ന് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമായെന്നും അനുമോൾ എന്താണെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ കമൻറ്റുകളൊന്നും വായിക്കില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ പുറത്തിറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ വായിച്ചത് കമൻറ്റുകളാണെന്ന്. ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അല്ലേ അതെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, ഇനി ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ എന്തും സ്വീകരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. എനിക്ക് നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും, എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. 100 ദിവസം നിൽക്കുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. ആ ഒരു 100 ദിവസം ഞാൻ എന്താണെങ്കിലും സാധിച്ചു. പലരും പറഞ്ഞു ഒരു 80 ദിവസമെങ്കിലും നിൽക്കാൻ പറ്റണേന്ന്. പക്ഷേ ഞാൻ 100 ദിവസം നിൽക്കുന്നു പറഞ്ഞു. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. ഇനിയിപ്പോൾ വിജയിക്കുന്നത് ആരോ വിജയിച്ചോട്ടെ, ഇവിടെ 2-3 പേരുകളൊക്കെ പലരും പറയുന്നത് കേട്ടു. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആര് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് അത് സന്തോഷം. പിന്നെ 100 ദിവസം നിൽക്കാൻ പറ്റിയതാണ് എൻ്റെ സന്തോഷം എന്ന് അനുമോൾ പറയുന്നുണ്ട്.